കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ ക്രമസമാധാന പാലനത്തിനായി റോഡിലിറങ്ങിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ നടന്ന ക്രൂരമായ ആക്രമണം നഗരത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PN സന്തോഷിനെ ബോണറ്റിലിരുത്തി കാർ പാഞ്ഞത് ഏകദേശം 20 മീറ്ററോളമാണ്. ഈ സംഭവം കേവലം ഒരു വാഹന അപകടമല്ല, മറിച്ച് പോലീസിനെ നിയമ സംവിധാനത്തെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന മനഃപൂർവ്വമായ വധശ്രമമാണ്. ബുധനാഴ്ച രാത്രി 11:30യോടെയാണ് കൊച്ചി നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ കലൂർ ദേശാഭിമാനി റോഡിൽ ഈ അതിക്രമം അരങ്ങേറിയത്. നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന രാത്രികാല കുറ്റകൃത്യങ്ങളും ലഹരിക്കടത്തും തടയുന്നതിന്റെ ഭാഗമായി നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ പതിവ് വാഹന പരിശോധന നടക്കുകയായിരുന്നു. SI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. ഈ സമയത്താണ് അമിത വേഗതയിൽ ഒരു ബലേനോ കാർ ആ പ്രദേശത്തേക്ക് എത്തിയത്. സംശയാസ്പദമായ രീതിയിൽ കണ്ട കാറിന് പോലീസ് കൈ കാണിച്ചു. പരിശോധനയ്ക്കായി കൈ കാണിച്ചപ്പോൾ ആദ്യം വേഗത കുറച്ച കാർ ഉദ്യോഗസ്ഥർ അരികിലെത്തിയതോടെ പെട്ടെന്ന് അമിത വേഗതയിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. മുന്നിൽ നിന്നിരുന്ന SI സന്തോഷിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹം കാറിന്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീണു. എന്നാൽ കാർ നിർത്താൻ തയ്യാറാകാതെ ബോണറ്റിൽ കിടന്ന ഉദ്യോഗസ്ഥനുമായി മുന്നോട്ട് പാഞ്ഞു. ഏകദേശം 20 മീറ്ററോളം ദൂരം ബോണറ്റിൽ തൂങ്ങിക്കിടന്ന സന്തോഷുമായി കാർ സഞ്ചരിച്ചു. തുടർന്ന് ഡ്രൈവർ ബോധപൂർവം സഡൻ ബ്രേക്ക് ഇട്ടതോടെ ഉദ്യോഗസ്ഥൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ റോഡിൽ ഉപേക്ഷിച്ച് പ്രതികൾ കാർ ഓടിച്ചുപോയി. സഹപ്രവർത്തകർ ഉടൻ തന്നെ അദ്ദേഹത്തെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. സാധാരണഗതിയിൽ പോലീസ് പരിശോധന കണ്ട് ഭയന്ന് മാറുന്നവരോ അല്ലെങ്കിൽ നിയമലംഘനം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരോ ആണ് പോലീസിനെ വെട്ടിക്കാറുള്ളത്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ ഇടിച്ചു വീഴ്ത്തി ബോണറ്റിലിരുത്തി കാർ ഓടിക്കുക എന്നത് അതിക്രൂരമായ കുറ്റകൃത്യമാണ്. ഇതിനു പിന്നിൽ ലഹരി മാഫിയയുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസ് ബലമായി സംശയിക്കുന്നു. കൊച്ചി നഗരത്തിൽ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളിൽ ലഹരി കടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന ഭയമാണ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ പോലും ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്നവർ ലഹരി ഉപയോഗിച്ചിരുന്നോ അതോ വാഹനത്തിനുള്ളിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നുവോ എന്ന കാര്യം അന്വേഷണ സംഘം ഗൗരവകരമായി പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് അതിശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ബോധപൂർവം ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനും തടസ്സപ്പെടുത്തിയതിനുമുള്ള വകുപ്പുകൾ, ട്രാഫിക് നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനം. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. കലൂർ മുതൽ കടന്നുപോയ എല്ലാ റൂട്ടുകളിലെയും ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് കാറിന്റെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് നൽകുന്ന വിവരം. ഈ സംഭവം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന സുരക്ഷാ ഭീഷണികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. രാത്രികാലങ്ങളിൽ വെളിച്ചം കുറഞ്ഞ ഇടങ്ങളിലും വിജനമായ റോഡുകളിലും പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളോ വേണ്ടത്ര ബാക്കപ്പ് ഫോഴ്സോ ഉണ്ടാകാറില്ല. ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് പോലീസിന്റെ ആത്മവീര്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. ലഹരി സംഘങ്ങൾ പോലീസിനെ ഭയപ്പെടുന്നില്ല എന്ന അവസ്ഥ വന്നാൽ അത് പൊതുസമൂഹത്തിന്റെ സുരക്ഷയും ബാധിക്കും. നഗരത്തിൽ പരിശോധനകൾ നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് വശങ്ങളിൽ നിൽക്കാനും സുരക്ഷിതമായി വാഹനങ്ങൾ തടയാനും കൃത്യമായ പ്രോട്ടോകോൾ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൊച്ചിയിൽ സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതും ആശങ്കാജനകമാണ്. മുൻപും വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. രാത്രികാലങ്ങളിൽ നഗരം ക്രിമിനൽ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും താവളമായി മാറുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. പോലീസിന് നേരെയുള്ള ഇത്തരം കയ്യേറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. ഹൈവേ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും എല്ലാ വാഹന പരിശോധനകളും CCTV നിരീക്ഷണത്തിന് കീഴിലോ അല്ലെങ്കിൽ ബോഡി ക്യാമറകൾ ഉപയോഗിച്ചോ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. പ്രതികൾ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്ലീൻ സിറ്റി ഓപ്പറേഷൻ ശക്തമാക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. SI സന്തോഷിന് നേരെയുണ്ടായ ആക്രമണം വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ സുരക്ഷാ കവചത്തിന് നേരെ നടന്ന ആക്രമണമാണ്. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു വിഭാഗം യുവത്വം നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത് നോക്കി നിൽക്കാൻ ഭരണകൂടത്തിനാവില്ല. കൊച്ചി നഗരത്തിലെ രാത്രികൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പോലീസും പൊതുജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. PN സന്തോഷിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സേവന സന്നദ്ധതയെ അംഗീകരിക്കുകയും അവർക്ക് അർഹമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്.